നിപ രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം നെഗറ്റീവാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സമ്പർക്ക പട്ടികയിലുള്ള 2 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. നമ്മുടെ ഇൻഡെക്സ് പേഷ്യൻ്റ് ആയിട്ടുള്ള പാലക്കാട് 38 വയസ്സുടെ വ്യക്തിനെ ഇന്നലെ രാത്രി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണലിനെ മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരെ 3 പേരാണ് സസ്പെക്റ്റഡ് സിംറ്റമാറ്റിക് കേസായിട്ട് കണ്ടുപിടിച്ചത്. അതിൽ ഒരു ആൾ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നാളെ രാവിലെ റിസൾട്ട് വരും. പിന്നെ ഇപ്പോൾ വരെ 173 പ്രൈമറി ആൻഡ് സെക്കൻഡറി കോൺടാക്ട്സ് ആണ് നമുക്കുള്ളത്. അതിൽ കുറച്ച് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അത് സ്റ്റേറ്റ് തലത്തിൽ ഓരോരോ ജില്ലാ അടിസ്ഥാനത്തിൽ അവർ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, വലിയ തരത്തിൽ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് കളക്ടർ പറയുന്നത്. യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അതുപോലെ തന്നെ സമ്പർക്ക പട്ടികയിൽ ഇത്രയധികം ആളുകളുണ്ട്. ഇതിന് വേണ്ട എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളത്? സ്വാതി രാജീവ്, രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 173 പേരാണ് നിലവിലുള്ളത്. അതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോൺടാക്റ്റിലുള്ള ആളുകളെയാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 3 പേർക്കാണ് രോഗലക്ഷണം ഉണ്ടായിരുന്നത്. അതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയുടെ ഇത്തരത്തിൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി 2 പേരാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലുള്ളത്. 2 കുട്ടികളാണ് ഇവരുടെ ഈ രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുക്കളാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ അതിലൊരു കൃത്യത ഉണ്ടാവുകയുള്ളൂ. ആ പരിശോധനാ ഫലത്തിനായി വെയിറ്റിംഗ് ആണ്. ഇത്തരത്തിൽ അങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധരും ഇപ്പോൾ കളക്ടറും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ മാറ്റിയിരുന്നു. ഗുരുതരമായി തന്നെ വെന്റിലേറ്ററിന്റെ സഹായം ഉൾപ്പെടെ ആണ് നിലവിൽ ആരോഗ്യാവസ്ഥ നിലനിർത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും വലിയ ഗുരുതരമായി തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ പടക്കം പൊട്ടിച്ചോ ഇത്തരത്തിലൊന്നും വവ്വാലുകളെ ഓടിക്കരുതെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. സ്വാതി.